4 പതിറ്റാണ്ട് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന മോഷണം. UDF ഭരണകാലത്താണ് ഗുരുവായൂരിൽ തിരുവാഭരണ മോഷണം നടന്നത്. ആ കേസ് തെളിയിക്കാനോ സ്വർണം കണ്ടെത്താനോ UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിലമതിക്കാനാവാതെ ഗുരുവായൂരിന്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടു. അന്ന് കരുണാകരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. മോഹനേന്ദ്രനാണ് അതിന്റെ അന്നത്തെ ബോർഡ് ചെയർമാൻ. ഇന്നേ അവരെ കിട്ടിയില്ല. വിലമതിക്കാനാവാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു അത്. അതിനാണ് തിരുവാഭരണം എന്ന് പറയുക. ആ തിരുവാഭരണം ഗുരുവായൂരപ്പൻ്റെ പോയിട്ട് കിട്ടിയില്ല. 4 പതിറ്റാണ്ട് മുൻപ് നടന്ന ഗുരുവായൂർ ദേവസ്വം മോഷണം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. കേരളത്തെ ഞെട്ടിച്ച ആ മോഷണ വാർത്തയുടെ ചരിത്രം. 1985 മാർച്ച് 31 സംഭവം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കാണാതായി. 210 ഗ്രാം തൂക്കമുള്ള 3 തിരുവാഭരണങ്ങളാണ് മോഷണം പോയത്. 24 നീലക്കല്ലുകളും അമൂല്യരത്നങ്ങളും പതിച്ച 60 ഗ്രാം തൂക്കമുള്ള നാഗപടത്താലിയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇതിനു പുറമെ 45 ഗ്രാം തൂക്കമുള്ള മഹാലക്ഷ്മി മാലയും 90 ഗ്രാം തൂക്കമുള്ള നീലക്കല്ലുമാലയും കാണാതായി. കെ കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. സംഗതി വലിയ രാഷ്ട്രീയ കോളിളക്കമായി. അന്നത്തെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ PT മോഹനകൃഷ്ണൻ തിരുവാഭരണം മോഷ്ടിച്ച് കെ കരുണാകരന് സമർപ്പിച്ചു എന്നുവരെ ആക്ഷേപങ്ങൾ ഉയർന്നു.